ആല് പൊറോട്ടയും കിട്ടും, ഇതും കിട്ടും. ഇതൊക്കെ പറ്റുക വെച്ചാൽ നമ്മൾ ടി ഡി റോഡിലുള്ള ശുഭം ഭോജനാലയം വന്നേക്കനെയാണ്. എൻ്റെ സ്കൂൾ മേറ്റും കൂട്ടുകാരനായ മോഹിത്തിൻ്റെ അച്ഛനുമാണ് പണ്ട് ഞങ്ങളെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തെ പറ്റി അറിയുന്നത്. അന്ന് ഇത് മുകളിലായിരുന്നു, പടിയിലാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് ശേഷം കഴിക്കാൻ വന്നേക്കണേ കേട്ടോ. ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കച്ചോരിയൊക്കെ ആയിട്ടുള്ള ഒരു താലിയുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളൊക്കെയാണ്, പിന്നെ ഒരു മിൽക്ക് കേക്ക് ഉണ്ട്. ഇവിടെ പ്യുവർ വെജാണ് പൈതേ. ഒരു പക്ക നോർത്ത് ഇന്ത്യൻ വൈബില്ല ഇവിടെ. ഫുഡ് കിഡുമാണ്. നീ പറഞ്ഞ ഇവിടെ എല്ലാ സാധനങ്ങളും ഹാഫും ഫുള്ളും തമ്മിൽ 30 രൂപ 10 രൂപ 20 രൂപ ഒക്കെ വ്യത്യാസമുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങൾക്കും 10 രൂപയുടെ വ്യത്യാസമുള്ളൂ. 2-3 ഐറ്റംസിന് മാത്രം. പനീർ ഐറ്റംസിനൊക്കെയാണ് 30 രൂപ 20 രൂപ വ്യത്യാസമുള്ളൂ. 30 രൂപയുടെ വ്യത്യാസം. ആ പനീർ എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത്രേ ഉള്ളൂ. ഇത് ഇവിടെ പോയിന്ന് ഒരു നോർത്ത് ഇന്ത്യൻ പക്ക റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന മെയിൻ 3 സാധനങ്ങളാണ്: കുക്കുംബർ, സവാള, അച്ചാറ്, പിന്നെ അടിപൊളി കറിയാണെങ്കിൽ ചാറ്റ് മസാല ഉണ്ടാവും. ആദ്യം തന്നെ നേരെ ഇതിലേക്ക് അങ്ങ് ഇടുക. ഇവിടെ എറണാകുളത്തുള്ളതിൽ ഇതും നമ്മുടെ പഞ്ചാബ് ഹൗസുമാണ് വേറെ സീൻ. മാർക്കറ്റ് റോഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പഞ്ചാബ് ഹൗസ്. ആപ്പറ്റൈസർ. ആപ്പറ്റൈസർ എന്ന് പറഞ്ഞാൽ വിശപ്പുണ്ടാക്കാൻ. നല്ല ഫ്രഷ് ആലു പൊറോട്ട, നല്ല കിഡു പാലക് പനീറും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പാലക് പനീർ കഴിച്ച് നോക്ക്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അറിയാൻ പാടാത്തവർക്കായിട്ട് പറഞ്ഞാൽ പൊപ്പായി ദ സെയിലർമാൻ്റെ സ്പിനാച്ച് ചീര വെച്ചുള്ള പനീർ കറിയാണ്. ബട്ടർ വെച്ച് തരും, കട്ട് ചെയ്ത് തരും. എൻ്റെ സാറ് വേറെ ലെവല് ടേസ്റ്റ്, വേറെ ലെവല്. ആല് പൊറോട്ടയും കിട്ടും, ഇതും കിട്ടും. ഇവിടെ ആളെ ചൂട് കാരണം വായി വെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇഡ്ഡലിയും ആലു പൊറോട്ട. അതൊരു പാലക്കിലേക്ക് പനീറും ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പനീർ ഞാൻ അൾട്രാ സോഫ്റ്റ്. പാലപ്പനീർ ഒരു രക്ഷയില്ല, വേറെ റേഞ്ചാണ്. അത്ര എന്ത് ടേസ്റ്റാന്ന് നോക്കി. പാലപ്പനീറിൻ്റെ ടേസ്റ്റ്, പാലപ്പനീർ വേണ്ട, അല്ലാതെ തന്നെ ആലു പൊറോട്ട മുട്ടും ടേസ്റ്റ്. ബട്ടർ ആഡ് ചെയ്തിട്ടാണ് നൽകണം. 10 രൂപക്ക് ബട്ടറും കൂടി ഇട്ട് തരും. അതും കൂടി ഇട്ടാൽ വേറെ സീനായി സാധനം. അമൂൽ ബട്ടർ, അമൂലിട്ടുള്ള കളിയില്ല കേട്ടോ. ശരിക്കും അവിടെ വെറുതെ ഇട്ടാൽ മതി. ഇവിടെ അവൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അവളിരുന്ന് പെയിന്റ് അടിക്കുന്നു ബട്ടർ വെച്ച്. അടുത്ത 2 ആലു പൊറോട്ടയും കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടാ. ഇന്ന് ഞങ്ങൾ ചീറ്റ് ഡേ ആണ്. വീണ്ടും കുക്കുംബർ ആൻഡ് സവാള വന്നിരിക്കുകയാണ് കേസ്. ഇങ്ങനെയാണ് അത് കഴിക്കേണ്ടത്. വെറുതെ മുകളിൽ കഴിയുമ്പോൾ ചൂടുകൊണ്ട് തന്നെ തന്നെ അത് വരുമ്പോൾ തന്നെ ബട്ടർ എടുത്തിടണം. ഇപ്പോഴത്തെ കൈ കൊള്ളി ഞണ്ണാക്കുള്ളൂ എടുത്ത് കഴിഞ്ഞാൽ. ആലു പൊറോട്ട ഞാനിവിടുത്തെ പാലക് പനീറിൻ്റെ അവസ്ഥ അടിച്ചിട്ട് ആ ഗ്രേവിയിലാണ്. ബെസ്റ്റ്. ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടി, കട്ടി കാണിക്കാൻ വേണ്ടി പോയതാണ്. സ്പൂൺ എടുത്തിട്ട് തിരിക്കും. തല ഇരിച്ചോ, കട്ടിയുണ്ടോ? അത്രയും കിട്ടുന്ന തിക്ക് ഗ്രേവി. എനിക്ക് മൈലേജും വേറൊരു സാധനമൊക്കെയാണ് ഓർമ്മ. ഞാൻ അതെന്താന്ന് ഞാൻ പറയാനുള്ളത് ഇവിടെ. ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് കഴിക്കണം. 12 വർഷം. എന്നിട്ട് ഞാൻ പറയണേ ഫുഡ് വേറെ റേഞ്ച് അല്ലേ.
വട്ടിച്ച് തുടച്ച് ഞങ്ങള്. ആലു പൊറോട്ടയും പാലപ്പനും വേറെ സീൻ, ഹാൻഡ്സ് ഡൗൺ കിടിലും. മത്തങ്ങയുടെ അച്ചാറാണ്. മത്തങ്ങ മാത്രമല്ല, നാരങ്ങ എല്ലാം ഉണ്ട് കേട്ടോ. മിക്സഡ് പിക്കിളാണ് ആക്ച്വലി. അത് മത്തങ്ങ മാത്രമല്ല, വേറെ പല സാധനങ്ങളും. പക്ഷെ ഒരു രക്ഷയില്ല, കിട്ടില്ല. നിങ്ങൾ ഇനി ബില്ല് കണ്ടു കേട്ടോ, അപ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ വന്നത്. ഇഷ്ടപ്പെട്ടില്ലേ? പാൽപ്പേടയുടെ അങ്ങനെയല്ല, പാൽപ്പൊടിയുടെ ടേസ്റ്റ്. റവ പാൽപ്പൊടി അല്ലേ? ആ നീ ഇതുവരെ മിൽക്ക് കേക്ക് കഴിച്ചിട്ടില്ലല്ലേ? അനുപക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല, അതാണ് വേറെ കാര്യം. പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടല്ല. ഇത് വരണം ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാം. അതിനോട് കാണുന്നുണ്ട്. ഇത്ര ഫുഡ് കഴിച്ചിട്ട് കഴിക്കുമ്പോൾ ലെവലാവും. അപ്പോഴും കാണിച്ചിട്ടില്ല. ശരിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് ആ ടേസ്റ്റ് നല്ല രസമുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ടേ ടേസ്റ്റ് നല്ല 4 കിടന്ന് നുണയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അതാണ് ഏറ്റവും അടിപൊളി. ഞങ്ങൾ അതും പഠിച്ചു പോയി. ഇനി ബില്ലടക്കട്ടെ, പോട്ടെ. എത്ര രൂപ നോക്കി? അത് മിൽക്ക് കേക്കും കൂടി കൂട്ടിയിട്ട് ഇല്ലെങ്കിൽ 300 ആയിട്ടുള്ളൂ. 300 രൂപയ്ക്ക് എന്തൊക്കെ നമ്മൾ കഴിച്ച്. ഇതാണ് ഇവിടുത്തെ അഡ്രസ്സും കോണ്ടാക്ട് നമ്പറൊക്കെ. അമ്മക്ക് 2 ഒരേന്ന വിധം പാർസൽ മേടിക്കാന്ന് വിചാരിച്ചു. 40 രൂപ പാർസൽ കാണിച്ചേ. സ്ഥലം മറക്കണ്ട, ശുഭം ഭോജനാലയ്. കിടിലം ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ ഗൂഗിൾ മാപ്സിൽ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലൊക്കേഷൻ ഇട്ട് നേരെ ഇങ്ങ് പോകുന്നത് വെച്ചാൽ മതി. ടീരിയർ റോഡ്, എറണാകുളം.